നമസ്കാരം, ഞാൻ ഡോക്ടർ ബിഷ്റുൽ ഹാഫി, ചീഫ് ഫിഷ്യൻ സാറ ഹെൽത്ത്. ഇന്ന് വളരെയധികം ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ബ്ലഡിൽ ക്രിയാറ്റിൻ ലെവൽ കൂടി പോകാന്നുള്ളത്. സത്യത്തിൽ എന്താണ് ഈ ക്രിയാറ്റിനിൻ? നമ്മുടെ ശരീരത്തിലെ മസിലുകൾക്കൊക്കെ എനർജി സപ്ലൈ ചെയ്യുന്ന ക്രിയാറ്റിൻ എന്ന കെമിക്കൽസിന്റെ വിഘടിച്ചുണ്ടാകുന്ന ഒരു കണ്ടന്റാണ് ക്രിയാറ്റിൻ. ഇത് വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. ഈ ക്രിയാറ്റിൻ്റെ ലെവൽ കിഡ്നിയിൽ കൂടുന്നതനുസരിച്ച് കിഡ്നിയെ അത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കിഡ്നിയുടെ പ്രവർത്തനം എത്രത്തോളം ബാധിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ പറ്റും. ബ്ലഡിലെ ക്രിയാറ്റിൻ്റെ ലെവൽ നോർമലായി കാണുന്നത് 0.7 മുതൽ 1.4 മില്ലിഗ്രാം ഡെസിലിറ്റർ വരെയാണ്. ഇതിനപ്പുറത്തേക്കാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഏതൊക്കെ അവസരങ്ങളിലാണ് ക്രിയാറ്റിൻ ലെവൽ കൂടുതലായിട്ട് കാണിക്കുന്നത്? കിഡ്നിക്ക് എന്തെങ്കിലും തരത്തിൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ കിഡ്നിയിൽ എന്തെങ്കിലും ഡാമേജ് കാണിക്കുകയോ, ഇനി കിഡ്നിയിലേക്കുള്ള രക്തോട്ടത്തിന് എന്തെങ്കിലും പ്രയാസം വരികയോ, അതുപോലെ തന്നെ കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടാവുക, മൂത്രനാളിയിലോ യൂറിറ്ററിലോ ഒക്കെ സ്റ്റോണോ ബ്ലോക്കോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ക്രിയാറ്റിൻ കൂടുതലായിട്ട് കാണിക്കും. മറ്റൊരു കാര്യമാണ് ശരീരത്തിൽ അമിതമായിട്ട് ജലാംശം നഷ്ടപ്പെടുകയാണെങ്കിലും ക്രിയാറ്റിൻ ലെവൽ കൂടുതലായിട്ട് കാണിക്കും. ഇനി ആരൊക്കെയാണ് ക്രിയാറ്റിൻ്റെ ടെസ്റ്റ് ചെയ്യേണ്ടത്? ഒരു 60 വയസ്സിന് മുകളിലുള്ളവർക്ക് കിഡ്നിയുടെ പ്രവർത്തനം സാരമായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവർ കിഡ്നിയുടെ ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി പാരമ്പര്യമായി കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരാണ്, അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററിയിൽ ബ്ലഡ് പ്രഷറിൻ്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ ഈ ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. മറ്റൊരു കാര്യം, സ്ഥിരമായിട്ട് പ്രമേഹത്തിനും ബ്ലഡ് പ്രഷറിനും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂണായിട്ട് കിഡ്നിക്ക് അസുഖമുള്ളവരും ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്യാം. മറ്റൊരു കാര്യമാണ്, നിങ്ങൾ ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് കൂടുതൽ സമയം പെർഫോമൻസ് കിട്ടുവാനും വർക്കൗട്ട് ടൈം കിട്ടാനൊക്കെ ജിമ്മിലെ ട്രെയിനർ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ് കഴിക്കാൻ പറയും. നമ്മൾ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ മസിലിൽ ക്രിയാറ്റിൻ വിഘടിച്ച് ക്രിയാറ്റിൻ കൂടുതലാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ് കഴിക്കുന്നവരാണെങ്കിൽ ഓരോ 3 മാസം കൂടുന്തോറും ഈ ബ്ലഡ് ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ വർഷത്തിൽ ഓരോ 3 മാസവും ഈ ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്ത് ക്രിയാറ്റിൻ നോർമൽ ലെവൽ ഉള്ളിലാണെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇനി ക്രിയാറ്റിൻ കൂടി കഴിഞ്ഞാൽ ശരീരത്തിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്? അമിതമായിട്ട് ക്ഷീണം ഉണ്ടാവാം, അതുപോലെ കാലിൽ തരിപ്പുണ്ടാവാം, കണ്ണിന് ചുറ്റും തടിപ്പുണ്ടാവാം, സ്ഥിരമായിട്ട് രക്തസമ്മർദ്ദം വളരെ കൂടുതലായിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ മൂത്രം ഒഴിക്കുന്ന സമയത്ത് മൂത്രത്തിൽ നന്നായിട്ട് പത വരികയോ അല്ലെങ്കിൽ ബ്ലഡിൻ്റെ അംശമൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. ക്രിയാറ്റിൻ കൂടി കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, ക്രിയാറ്റിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരാൻ എന്തൊക്കെ കാര്യങ്ങൾ ഡയറ്റിൽ ചെയ്യണം എന്നതാണ് ഇനി പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരിക എന്നതാണ്. ഇതിനു വേണ്ടി റെഡ് മീറ്റ് പോലുള്ള പ്രോട്ടീൻ സോഴ്സുകൾ പരമാവധി കുറച്ചെടുക്കാം. എന്നാൽ പൂർണ്ണമായും നമ്മൾ പ്രോട്ടീൻ ഒഴിവാക്കുന്നത് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ വെജിറ്റബിൾ പ്രോട്ടീനിലേക്ക് മാറുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിനുവേണ്ടി കടല, പയറ്, പരിപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതിൽ തന്നെ കിഡ്നി ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്യാപ്സിക്കം പോലുള്ള പച്ചക്കറികൾ നന്നായിട്ട് ഉൾപ്പെടുത്തേണ്ടതാണ്. ക്യാപ്സിക്കത്തിലുള്ള ലൈക്കോപ്പിൻ എന്ന കണ്ടന്റ് കിഡ്നിയുടെ പ്രവർത്തനത്തെ ഈ സമയങ്ങളിൽ, അതായത് ക്രിയാറ്റിൻ കൂടിയ സമയങ്ങളിൽ മെച്ചപ്പെടുത്താൻ വളരെയധികം സഹായിക്കും. അതുപോലെ ഉപ്പിൻ്റെ അംശം ഭക്ഷണത്തെ വളരെയധികം കുറച്ചു കൊണ്ടുവരിക, അതുപോലെ പ്രോസസ്സ് ചെയ്ത ഫുഡുകളും വളരെയധികം കുറയ്ക്കുകയും റെഡി ടു ഈറ്റ് അഥവാ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് പരമാവധി ഒഴിവാക്കുകയും ചെയ്യുക. ഞാൻ നേരത്തെ പച്ചക്കറികൾ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞല്ലോ. പച്ചക്കറികൾ കഴിക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പച്ചക്കറികൾ കൂടുതൽ വെള്ളത്തിൽ പാചകം ചെയ്ത് ആ വെള്ളം ഊറ്റിയെടുത്ത ശേഷം പച്ചക്കറികൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം പച്ചക്കറികളിൽ പൊട്ടാസ്യം ഉള്ളതുകൊണ്ട് തന്നെ ഇത് കിഡ്നിയിലേക്ക് കൂടുതൽ എത്തുന്നത് കിഡ്നിയെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ പൊട്ടാസ്യത്തെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കൂടുതൽ വെള്ളത്തിൽ പാചകം ചെയ്ത് ഈ വെള്ളം ഊറ്റി ഉപയോഗിക്കാൻ പറയുന്നത്. അതുപോലെ തന്നെ ധാന്യങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് തവിട് ഒഴിവാക്കിയിട്ടുള്ള ധാന്യങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നിങ്ങൾ മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ സ്ഥിരമായിട്ട് പെയിൻ കില്ലേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നത്, കാരണം ഇത് കിഡ്നിയെ കൂടുതൽ ബാധിക്കാനാണ് ചാൻസ് ഉള്ളത്. കൂടാതെ എല്ലാ രോഗങ്ങളിലും പറയുന്നത് പോലെ തന്നെ മദ്യപാനവും പുകവലിയും കിഡ്നിയെയും സാരമായി ബാധിക്കും. ക്രിയാറ്റിൻ കൂടുതലുള്ളവർ ഈ 2 കാര്യങ്ങളും നിർബന്ധമായിട്ട് ഉപേക്ഷിക്കേണ്ടതാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്രിയാറ്റിൻ കൊണ്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാവുന്നതാണ്. അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും വരാം. നമസ്കാരം.